മസിൽ മാസിനെ കുറിച്ചൊന്നും പറയേണ്ട. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. ഈ യൂണിഫോമാണ് ഞാൻ ആഗ്രഹിച്ചത്. രാഷ്ട്രത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ബഹുമതി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ മാധ്യമത്തിൽ വന്നിരുന്നവൾ ഉഷിരോടെ പറഞ്ഞു. ഇന്ത്യൻ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഉദ്യോഗസ്ഥ കേണൽ സോഫിയ ഖുറൈഷി. ആരാണ് സോഫിയ ഖുറൈഷി? ഓപ്പറേഷൻ സിന്ദൂറുമായി വാർത്തകൾ നിറഞ്ഞുന്ന വ്യക്തി. ASEAN+ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര ഫീൽഡ് അഭ്യാസമായ ഫോഴ്സ് 18 ഇന്ത്യൻ ആർമി പരിശീലന സംഘത്തെ നയിക്കുന്ന ആദ്യ വനിത എന്ന ബഹുമതി ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസർ കേണൽ സോഫിയ ഖുറൈഷി നേടി. പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും ഏക വനിത കമാൻഡർ കൂടിയായിരുന്ന അവർ സൈനിക വേഷങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. സൈനിക മൂല്യങ്ങളിലും അച്ചടക്കമുള്ള ജീവിതത്തിലും തൻ്റെ ജീവിതം വേരൂന്നിയ മെക്കനൈസ്ഡ് ഇൻഡസ്ട്രിയിലെ ഒരു ഉദ്യോഗസ്ഥനെയാണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പരിചയമുള്ള ഖുറൈഷി 2006 കോങ്കോയിലെ ഇന്ത്യൻ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഐക്യരാഷ്ട്രസഭ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അവിടെ സമാധാന പരിപാലന പ്രവർത്തനങ്ങളും മാനുഷിക ഖനി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലനത്തിലാണ് അവരുടെ പങ്ക് കേന്ദ്രീകരിച്ചത്. ഖുറൈഷി സൈനിക കുടുംബത്തിൽ നിന്ന് ആണ് വരുന്നത്. അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സായുധ സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന കുടുംബത്തിലെ 3ാം തലമുറയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അവരുടെ സഹോദരൻ സഞ്ജയ് ഖുറൈഷി പങ്കുവച്ചു. എൻ്റെ മുത്തച്ഛനും അച്ഛനും സൈന്യത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ വഡോദരയിലെ EME കോർപ്സിൽ ആയിരുന്നു. 1971 യുദ്ധകാലത്തും സേവനമനുഷ്ഠിച്ചു. എൻ്റെ പിതാവിൻ്റെ മാതൃപിതാമഹനും ബ്രിട്ടീഷ് ആർമിയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അവരുടെ കുടുംബം വഡോദരയിലെ തണ്ടൽജ പ്രദേശത്ത് താമസിക്കുന്നത്. അവർക്ക് 3 സഹോദരന്മാരും 1 സഹോദരിയുമുണ്ട്. ഖുറൈഷി EMEയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് MS യൂണിവേഴ്സിറ്റിയിലെ സയൻസ് ഫാക്കൽറ്റിയിൽ നിന്ന് രസതന്ത്രത്തിൽ BSc 1992-95 കാലഘട്ടത്തിൽ, ബയോകെമിസ്ട്രിയിൽ MSc 1995-97 കാലഘട്ടത്തിൽ നേടി. അവൾ PhD പോലും പഠിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആർമിയിലെ വനിതാ ഓഫീസർമാരുടെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അവൾ PhD പ്രോഗ്രാം ഉപേക്ഷിച്ച് സേനയിൽ ചേർന്നു. സഞ്ജയ് പറഞ്ഞു, അർത്ഥവത്തായതും വെല്ലുവിളി നിറഞ്ഞതുമായ കരിയർ തേടുകയായിരുന്നു. ഇന്ത്യൻ സ്ത്രീകൾക്ക് അവൾക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ടായിരുന്നു. സാധ്യമെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ ചേരുക. 2016 ദക്ഷിണ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് അവരുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. ലിംഗഭേദമില്ലാതെ എല്ലാ ഉദ്യോഗസ്ഥർക്കും തുല്യ അവസരത്തിനും ഉത്തരവാദിത്വത്തിനും സൈന്യം വിശ്വസിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. 9 തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ട വിശ്വസനീയമായ ഇന്റലിജൻസും അതിർത്തി കടന്നുള്ള ഭീകരതയിൽ അവരുടെ നേരിട്ടുള്ള പങ്കാളിത്തവും അടിസ്ഥാനമാക്കിയാണ് ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഒരു സൈനിക കേന്ദ്രത്തെയും ലക്ഷ്യമിട്ടില്ല. അവർ വിശദീകരിച്ചു. അവരുടെ കരിയർ പ്രധാനപ്പെട്ട സംഭാവനകൾ ഇവയാണ്. വഡോദരയിൽ നിന്നുള്ള സോഫിയ ഖുറൈഷി ശക്തമായ ഒരു സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അവരുടെ അച്ഛനും മുത്തച്ഛനും ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചു. അവർ കേന്ദ്രീയ വിദ്യാലയത്തിൽ EMEയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മഹാരാജ സയാജി റാവു സർവകലാശാലയിൽ അതായത് MSUയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. അടുത്തത് കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഒരു ഉദ്യോഗസ്ഥയായ അവർ നിലവിലൊരു അഭിമാനകരമായ ആർമി യൂണിറ്റിനെ നയിക്കുന്നു. അടുത്തത് പഞ്ചാബ് അതിർത്തിയിലെ ലഫ്റ്റനന്റ് എന്ന നിലയിൽ അവർ ആദ്യമായി അംഗീകാരം നേടിയത്. പിന്നീട് വടക്ക് കിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെ പ്രശംസിച്ചു. അടുത്തത് 2006 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിരീക്ഷകയായി അവരെ നിയമിച്ചു. അടുത്തതായി കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭ ദൗത്യത്തിനിടയിൽ അവർ അപകടകരമായ സൈനിക നിയന്ത്രണ മേഖലകളിൽ പ്രവർത്തിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശ്രമങ്ങൾക്ക് സംഭാവന നൽകി. ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. അടുത്തതായി UN ദിനത്തിൽ അവരുടെ അസാധാരണമായ സേവനത്തിന്
ഫോഴ്സ് കമാൻഡർ അഭിനന്ദനം അവർക്ക് ലഭിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പരിശീലന സംഘത്തിൽ സേവനമനുഷ്ഠിച്ച അവർ UN വനിതകളുമായി ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന കേന്ദ്രവുമായും സഹകരിച്ച് ദക്ഷിണാഫ്രിക്ക, കംബോഡിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. അടുത്തതായി കാശ്മീർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് അവർ പ്രചോദനാത്മക പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് 2016 മാർച്ചിൽ ബഹുരാഷ്ട്ര ഫോഴ്സ് 18ൽ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ കരസേനയുടെ ഒരു സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറായി അവർ ചരിത്രം സൃഷ്ടിച്ചു. അടുത്തതായി ഫോഴ്സ് 18ലെ അവരുടെ നേതൃത്വത്തിന് അവർക്ക് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ബ്ലാക്ക് ഓണർ ലഭിച്ചു. അടുത്തതായി അവരുടെ നേട്ടങ്ങൾ 2019 ഗ്ലോബൽ പീസ് ഗാന്ധി അവാർഡിന് UK ഹൗസ് ഓഫ് കോമൺസിൽ പരാമർശം നേടി. അടുത്തതായി ശബ്ദശക്തി സ്റ്റുഡൻറ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലായി 25,000-ലധികം വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകി. അടുത്തതായി തൻ്റെ യൂണിറ്റിൻ്റെ ചരിത്രത്തിൽ പ്രോവോസ്റ്റ് മാർഷൽ സൈറ്റേഷൻ ലഭിക്കുന്ന ആദ്യ വ്യക്തിയായി മാറി അവർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ബുധനാഴ്ച സായുധ സേന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ജെയ്ഷ്-ഇ-മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൽ മുജാഹിദീൻ എന്നിവയുടെ 9 ഭീകര ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് നശിപ്പിച്ചു. 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഏറ്റവും നിർണായകമായ ആക്രമണമാണിത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ 4 ഭീകര കേന്ദ്രങ്ങളിലും POKയിലെ 5 ഭീകര കേന്ദ്രങ്ങളിലും കൃത്യമായ ആക്രമണം നടത്തി. ഈ ഓപ്പറേഷനിലെ കേന്ദ്രീകൃതവും അളന്നതും വ്യാപനരഹിതവും എന്നാണ് മന്ത്രാലയം വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ഭീകരമായ പഹൽഗാം ആക്രമണത്തിന് നേരിട്ടുള്ള പ്രതികരണമാണ് ഈ നടപടികൾ. പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു, ആക്രമണത്തിന് ഉത്തരവാദികളായ അനന്തരഫലങ്ങൾ നേരിടുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ദൗത്യം വിജയകരമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു ഔദ്യോഗിക വീഡിയോ പിന്നീട് ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കി. അതേസമയം പാകിസ്ഥാൻ അധികാരികൾ അമ്പരന്ന് പോയതായി റിപ്പോർട്ടുണ്ട്. കേണൽ സോഫിയ ഖുറൈഷിയുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറൈഷി വാർത്താ ഏജൻസിയായ ANI-യോട് പറഞ്ഞു, അവർ രാജ്യത്തിനായി ഒരു മഹത്തായ കാര്യം ചെയ്തു. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ മകൾ നമ്മുടെ രാജ്യത്തിനായി വലിയ കാര്യം ചെയ്തു. പാകിസ്ഥാൻ നശിപ്പിക്കപ്പെടണം. എൻ്റെ മുത്തച്ഛനും അച്ഛനും ഞാനും സൈന്യത്തിലായിരുന്നു, ANI-യോട് പറഞ്ഞു അവർ. കേണൽ സോഫിയ ഖുറൈഷിയുടെ ഇരട്ട സഹോദരി ഷൈന സുൻസാരെ പരിചയപ്പെടാം. അവർ ഒരു മോഡൽ, ഫാഷൻ ഡിസൈനർ, സാമ്പത്തിക ശാസ്ത്രജ്ഞ, പരിസ്ഥിതി പ്രവർത്തക എന്നീ മേഖലകളിൽ നൈപുണ്യം പുലർത്തുന്നു. അവർ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2022 പാഗൽ, അടുത്തത് എ ചന്ദ് 2023 അതുകൂടാതെ അൽതമഷ് ഫരീദി 2022 അബ് കൈസെ ബർബത് കരോഗെ.